നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. മലയാള മണ്ണിന്റെ സാംസ്കാരിക പ്രതീകങ്ങളിൽ ഒന്നായ തൃശൂർ പൂരം മുടക്കിയതിൽ ഇടപെടാൻ തീരുമാനിച്ച് കേരള ഹൈക്കോടതി. ഹിന്ദു ഐക്യവേദി സംസ്ഥാന ഭാരവാഹിയായ പി സുധാകരൻ സമർപ്പിച്ച ഹർജിയിലാണ് ഞെട്ടിച്ച നടപടിയുമായി ഹൈക്കോടതി മുന്നോട്ട് വന്നിരിക്കുന്നത്. തൃശൂർ പൂരം കുളമാക്കാൻ പോലീസ് നടത്തിയ ഇടപെടലിൽ സർക്കാരിനോട് വിശദീകരണം ചോദിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. ജസ്റ്റിസുമാരായ VG അരുൺ, S മനു എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ചൊവ്വാഴ്ചയാണ് വിഷയത്തിൽ വിശദീകരണം ലഭിക്കാൻ സ്റ്റേറ്റ് അറ്റോർണിയോട് നിർദ്ദേശിച്ചത്. ഇക്കഴിഞ്ഞ തൃശൂർ പൂരം ക്ഷേത്രോത്സവത്തിനെത്തിയ ജനക്കൂട്ടത്തെയും കലാകാരന്മാരെയും നിയന്ത്രിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ അമിത ബലപ്രയോഗം നടത്തിയെന്ന് ആരോപിച്ച് തൃശൂർ സ്വദേശിയും ഹിന്ദു ഐക്യവേദി സംസ്ഥാന ഭാരവാഹിയുമായ പി സുധാകരൻ സമർപ്പിച്ച ഹർജിയിലാണ് സർക്കാരിനോട് ഹൈക്കോടതി വിശദീകരണം ചോദിച്ചിരിക്കുന്നത്. തൃശൂർ ജില്ലാ പോലീസ് മേധാവി അങ്കിത് അശോകൻ തൃശൂർ പൂരത്തോടനുബന്ധിച്ച ഘോഷയാത്രയും ആചാരങ്ങളും തടയാനും അതുവഴി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാര അനുഷ്ഠാനങ്ങൾ മനഃപൂർവ്വം തടസ്സപ്പെടുത്താനും നിയമവിരുദ്ധമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയെന്നാണ് സുധാകരൻ കോടതി സമക്ഷം സമർപ്പിച്ച വാദം. ജാഥയ്ക്ക് മുന്നിൽ കുത്തുവിളക്ക് പിടിച്ചവരിൽ ഒരാളെ പോലീസ് മർദ്ദിച്ചതായി അദ്ദേഹം അവകാശപ്പെട്ടു. ഹിന്ദു ഐക്യവേദി ഭാരവാഹിയായ പി സുധാകരൻ കോടതിക്ക് മുമ്പാകെ പ്രധാനമായും സമർപ്പിച്ച വാദങ്ങൾ ഇവയാണ്. ജില്ലാ പോലീസ് മേധാവി കഴിഞ്ഞ വർഷം തന്നെ സമാനമായ സാഹചര്യത്തിൽ അച്ചടക്ക നടപടി നേരിട്ടിട്ടുണ്ട്. അതിനാൽ ഈ വർഷം തൃശൂർ പൂരം തടസ്സപ്പെടുത്തിയ ഉദ്യോഗസ്ഥന്റെ നടപടിയെക്കുറിച്ച് തൃശൂർ പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിൽ അന്വേഷണം വേണം. ഈ വർഷം ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന അപകടങ്ങൾക്ക് ഉത്തരവാദികളായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പ്രോസിക്യൂഷൻ അനുവദിക്കാനും നടപടിയെടുക്കാനും സംസ്ഥാന സർക്കാരിനോടും മറ്റ് അധികാരികളോടും നിർദ്ദേശിക്കണം. ഈ സംഭവം ഹിന്ദു സമൂഹത്തിനെതിരെയുള്ള മതപരമായ പ്രോസിക്യൂഷൻ നടപടിയാണെന്നും അതിനാൽ തന്നെ പോലീസ് സേനയെ ഉപയോഗിച്ച് ക്ഷേത്രങ്ങളുടെ ഭരണത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെടുകയും അതുവഴി ആചാരങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നത് ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണെന്ന് പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മറ്റ് ക്ഷേത്രോത്സവങ്ങളിലും ഇത്തരം പോലീസ് അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും സുധാകരൻ ആരോപിച്ചു. അതിനാൽ ക്ഷേത്രോത്സവങ്ങളിൽ പോലീസിന്റെ ബലപ്രയോഗം നിയന്ത്രിക്കാനും മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാദങ്ങൾ കേട്ടതിന് ശേഷമാണ് സർക്കാരിനോട് കോടതി വിശദീകരണം ആവശ്യപ്പെട്ടത്. ഇത് പി സുധാകരന്റെ വാദങ്ങൾ കോടതി അംഗീകരിക്കുന്നു എന്നതിന്റെ തെളിവാണ്. സർക്കാരിന് കൃത്യമായ വിശദീകരണം കൊടുക്കാനാവാത്ത സാഹചര്യം വന്നാൽ ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ഉൾപ്പെടെ എല്ലാവരും പെടുമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.